ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആര്യ. അപ്പോൾ നമുക്കറിയാം, ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഇനി പ്രധാനമായിട്ടും നോക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇനി നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്ത് പോവാം. അതിന് മുമ്പായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡിൽ കാണുന്ന നമ്പറായിട്ടുള്ള 8590202323 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പ്രധാനപ്പെട്ട ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദേശീയ സാങ്കേതിക ദിനം എല്ലാ വർഷവും ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദിനം അതുപോലെ തന്നെ പ്രമേയം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്തിരിക്കുക, ദിനങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ എന്ത് പഠിക്കണം? പ്രമേയങ്ങളും. ആ ദിവസവുമായി ബന്ധപ്പെട്ടിട്ട് 2026 പ്രധാനപ്പെട്ട പ്രമേയം എന്താണ് എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ദേശീയ സാങ്കേതിക ദിനമാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ ടെക്നോളജി ഡേ. അപ്പോൾ എല്ലാ വർഷവും നാഷണൽ ടെക്നോളജി ഡേ അഥവാ ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? പഠിച്ചു വെച്ചോളുക. എന്നാണ് ആചരിക്കുന്നത്? മെയ് 11 അല്ലേ? ഓർത്തിരിക്കുക, മെയ് 11 ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ദിനം എന്നാണ്? മെയ് 11. അപ്പൊ ഈ വർഷത്തെ പ്രമേയം കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പഠിച്ചു പോകണം. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, 2026 പ്രമേയം എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കായി ഉത്തരവാദിത്തമുള്ള നവീകരണം എന്നതാണ് കേട്ടോ. ഓർത്തിരിക്കുക, ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കായി ഉത്തരവാദിത്തമുള്ള നവീകരണം എന്നതാണ് നമ്മുടെ 2026 ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓർക്കുക, റെസ്പോൺസിബിൾ ഇന്നൊവേഷൻ ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. അപ്പോൾ ഈ ദേശീയ സാങ്കേതിക ദിനം നമ്മൾ ആചരിക്കുന്നത് എന്ന് പറയുന്നത് 1998 പൊക്രാൻ 2 ആണവ പരീക്ഷണത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ. അതുകൂടെ ഒന്ന് ഓർക്കുക. രണ്ടാമത് പൊക്രാൻ ആണവ പരീക്ഷണത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ സാങ്കേതിക വിദ്യാദിനം നമ്മൾ ആഘോഷിക്കുന്നത്. അതിന്റെ 2026 പ്രമേയവും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതുപോലെ പ്രധാനപ്പെട്ട ദിനങ്ങളും അതിന്റെ പ്രമേയങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2023 സമാധാന നൊബേൽ ജേതാവ് നർഗീസ് മുഹമ്മദി തന്റെ ജയിൽ അനുഭവങ്ങളെ കുറിച്ച് എഴുതിയ പുതിയ പുസ്തകത്തിന്റെ പേരെന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, പ്രധാനമായിട്ടും എന്ത് പഠിക്കുക? ബുക്സ് പഠിക്കുക. പ്രധാനപ്പെട്ട വ്യക്തികൾ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ബുക്കുകൾ പഠിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തും പഠിക്കണം? നൊബേൽ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നമ്മൾ ഈ പ്രാവശ്യത്തെ നൊബേൽ വിന്നേഴ്സിനെ കൂടെ പഠിച്ചു വെക്കണം. കേട്ടല്ലോ, നൊബേൽ പ്രൈസ് വിന്നേഴ്സിനെ കൂടെ പഠിച്ചു വെക്കണം. അപ്പൊ 2023 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ജേതാവായിരുന്നു ആര്? നർഗീസ് മുഹമ്മദി എന്ന് പറയുന്നത്. ഈ നർഗീസ് മുഹമ്മദി രചിച്ച പ്രധാനപ്പെട്ട ബുക്ക് അതെന്തിനെ കുറിച്ചിട്ടാണ്? അവരുടെ ജയിൽ അനുഭവങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ പേര് എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. ഓപ്ഷൻ ബി വൈറ്റ് ടോർച്ചർ. ഓപ്ഷൻ സി ഫ്രീഡം ബിഹൈൻഡ് ബാർസ്. ഓപ്ഷൻ ഡി വുമൺ ലൈഫ് ഫ്രീഡം. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഓർത്തിരിക്കുക, എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ് എന്നതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക കേട്ടോ. എ വുമൺ നെവർ സ്റ്റോപ്സ് ഫൈറ്റിംഗ്. അപ്പൊ ഓർക്കുക, പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ എഴുതിയിട്ടുള്ള ബുക്സ്, ഈ വർഷമൊക്കെ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 2025-26 അത്തരത്തിൽ ഇറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2026 മെയ് മാസത്തിൽ നടക്കുന്ന 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടിയുടെ പ്രമേയം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഒന്ന്, ഉച്ചകോടികൾ. ഉച്ചകോടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? ഒന്ന്, വേദികൾ നോക്കണം. ഇവ നടക്കുന്ന വേദികൾ നോക്കണം.
എത്രാമത്തെ ഉച്ചകോടിയാണ് എന്ന് നോക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തും കൂടെ പഠിച്ചു വെക്കണം, പ്രമേയം കൂടെ പഠിക്കണം അല്ലേ. പ്രമേയം കൂടെ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ 2025-26 നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഉച്ചകോടികൾ, അവയുടെ വേദികൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രമേയവും കൂടെ നമ്മൾ പഠിച്ചു പോകണം. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് നോക്കാം. 4ാമത് എത്രാമത്തെയാണ് എന്ന കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടിയുടെ പ്രമേയമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയേ. IA സ്പിരിറ്റ്, ഇന്ത്യ ആഫ്രിക്ക സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോർ ഇന്നോവേഷൻ, റിസൈലൻസ് ആൻഡ് ഇൻക്ലൂസീവ് ട്രാൻസ്ഫോർമേഷൻ. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓർക്കുക കേട്ടോ, ഓപ്ഷൻ A ആണ് വരുന്നത്. IA സ്പിരിറ്റ് എന്നതാണ് ഇന്ത്യ ആഫ്രിക്ക സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോർ ഇന്നോവേഷൻ, റിസൈലൻസ് ആൻഡ് ഇൻക്ലൂസീവ് ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് ഇതിന്റെ ഉത്തരമെന്ന് കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. 4ാമത് ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടിയാണ് നടന്നത്. അതിന്റെ പ്രമേയമാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ വേദി എവിടെയാണ് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കണം. ഇതിന്റെ വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലായിരുന്നു കേട്ടോ. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് എന്ന കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ന്യൂഡൽഹിയിലാണ് നടന്നത് എന്ന കാര്യം പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ന്യൂഡൽഹിയിൽ വെച്ച് ഈ വലിയ മീറ്റിംഗ് നടന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ഉച്ചകോടികൾ പഠിക്കുമ്പോൾ അത് എത്രാമത്തെ ഉച്ചകോടിയാണ്, അതുപോലെ തന്നെ അതിന്റെ വേദി ഏതാണ്, പ്രമേയം ഏതാണ് എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ വേണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. ഓക്കെ, അപ്പൊ കറണ്ട് അഫയേഴ്സിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നത് തന്നെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആർടെമിസ് 2 ദൗത്യത്തിന് ഉപയോഗിച്ച നാസയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റ് ഏതാണ്? ശാസ്ത്ര സാങ്കേതിക മേഖല, ആ ഭാഗവുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് എന്തായാലും ചോദിക്കും. അപ്പൊ ഓർത്തിരിക്കുക, പ്രധാനപ്പെട്ട ബഹിരാകാശ ദൗത്യങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആർടെമിസ് 2 ദൗത്യത്തിന് ഉപയോഗിച്ച് നാസയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റ് ഏതാണ് എന്നതാണ്. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓർത്തിരിക്കുക, സ്പേസ് ലോഞ്ച് സിസ്റ്റം ആണ് കേട്ടോ. ഏതാണ്? സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്നതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. SLS ആണ് എന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ നാസയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റ് ആണ് നമ്മുടെ ആർടെമിസ് 2 ദൗത്യത്തിന് ഉപയോഗിച്ച വെഹിക്കിൾ ഏതാണ്? സ്പേസ് ലോഞ്ച് സിസ്റ്റം ആണ് എന്ന കാര്യം കൂടെ ഒന്ന് ഓർക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാണ് വിക്ഷേപിച്ച തീയതി. എന്നാണ് വിക്ഷേപിച്ചത്? ലോഞ്ച് ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 2026 ഏപ്രിൽ 1-നാണ് വിക്ഷേപിച്ചത് എന്ന കാര്യം ഓർക്കുക. ഓക്കെ, വിക്ഷേപിച്ച തീയതിയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചിറങ്ങിയ തീയതി കൂടെ ഒന്ന് ഓർത്തിരിക്കുക. തിരിച്ചിറങ്ങിയ തീയതി എന്നാണ്? 2026 ഏപ്രിൽ 10-നാണ് എന്ന കാര്യം ഓർക്കുക. എവിടെയാണ് പതിച്ചത് എന്ന കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ. എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ് പതിച്ചത് എന്ന കാര്യം കൂടെ ഓർക്കുക. അതുപോലെ ലോഞ്ച് വെഹിക്കിൾ നമ്മളിപ്പോൾ കണ്ടു. ഏതാണ് ലോഞ്ച് വെഹിക്കിൾ? സ്പേസ് ലോഞ്ച് സിസ്റ്റം ആണ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ ഇതെന്താണ്? നാസയുടെ ഏറ്റവും ശേഷിയേറിയ വലിയ റോക്കറ്റ് ആണ് ഇത്. SLS അഥവാ സ്പേസ് ലോഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അടുത്താണ് ഇനി സ്പേസ് ക്രാഫ്റ്റ് നമ്മൾ നോക്കി വെക്കണം. പേടകം ഏതാണ്? പേടകം ഓറിയോൺ ആണ് കേട്ടോ. ഓർത്തിരിക്കുക, എന്താണ്? ഓറിയോൺ ആണ്. ഇതിന് യാത്രികര് ഒരു പേരിടുകയുണ്ടായി. ആ പേര് കൂടെ ഒന്ന് നോട്ട് ചെയ്തോളുക. ഇന്റഗ്രിറ്റി എന്നതാണ് കേട്ടോ. എന്താണ്? ഇന്റഗ്രിറ്റി അതാണ് അവരിട്ട പേര്. ഓക്കെ, അടുത്തതാണ് യാത്രാ സമയം. ഇതിന്റെ ഒരു മിഷൻ ഡ്യൂറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എത്രയാണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ? 9 ദിവസവും 1 മണിക്കൂറുമാണ് കേട്ടോ. 9 ദിവസവും 1 മണിക്കൂറുമാണ് ഇതിന്റെ ഒരു യാത്രയ്ക്ക് എടുത്ത സമയം, ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ദൗത്യത്തിന്റെ തരമാണ് ചോദിച്ചിരിക്കുന്നത്. മിഷൻ ടൈപ്പ് എങ്ങനെയാണ്? മനുഷ്യനെ എന്ത് ചെയ്യുക? ചന്ദ്രനിൽ ഇറക്കുക അല്ലെ. മനുഷ്യ നിയന്ത്രിത ചാന്ദ്ര ഫ്ലൈ ബൈ ആണ് ഇതിൽ ഉദ്ദേശിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങാതെ അതിന്റെ പുറത്തുവശത്തുകൂടെ ചുറ്റി സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് ഇതുപോലെയുള്ള സ്പേസ് മിഷൻസ്, അതിന്റെ വിക്ഷേപിച്ച തീയതി, വെഹിക്കിള്, ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ക്രൂ മെമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് പഠിക്കുക. അതിൽ അവരുടെ പൊസിഷൻ എന്തൊക്കെയാണ് എന്ന കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെക്കുക.
അതിലൊന്നാണ് റീഡ് വൈസ്മാൻ. മൊത്തം 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നാരാണ്? റീഡ് വൈസ്മാൻ ആണ്. കമാൻഡർ ആയിരുന്നു എന്ന കാര്യം ഓർക്കുക കേട്ടോ. ആരാണ്? കമാൻഡർ ആയിരുന്നു. അടുത്താണ് വിക്ടർ ഗ്ലോവർ. വിക്ടർ ഗ്ലോവർ ആരാണ്? പൈലറ്റ് ആയിരുന്നു എന്ന കാര്യം ഓർക്കുക. അടുത്താണ് ക്രിസ്റ്റീന കോച്ച്. അവരാരാണ്? മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ജെർമി ഹാൻസൺ, അവരും എന്താണ്? മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ ബഹിരാകാശ ദൗത്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? അത് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്താണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആര്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അവാർഡുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ എക്സാമിന് വരെ ഓടക്കുഴൽ അവാർഡൊക്കെ ചോദിച്ചു അല്ലേ. അപ്പോൾ നമ്മുടെ സാഹിത്യ മേഖലയിൽ നൽകി പോരുന്ന പ്രധാനപ്പെട്ട അവാർഡുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. അതിൽ എപ്പോഴും ചോദിക്കാറുള്ള അവാർഡുകളാണ് ഒന്ന് എഴുത്തച്ഛൻ അവാർഡ്, അതുപോലെ വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി. ഇതൊക്കെ എന്താണ്? പ്രധാനമായിട്ടും ചോദിക്കുന്ന ഏരിയകളാണ് അല്ലേ. അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അതുകൂടാതെ എന്തുണ്ട്? ഹരിവരാസനം, അതൊക്കെ എന്താണ്? ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ദേശീയ പുരസ്കാരങ്ങൾ, സംസ്ഥാന പുരസ്കാരങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അവാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരുപാട് അവാർഡുകൾ പഠിക്കാനുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ളതാണെങ്കിലും അതുപോലെ നമ്മുടെ ദേശീയ തലത്തിലുള്ളതാണെങ്കിലും അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. കായിക മേഖലയിൽ, അതുപോലെ തന്നെ സിനിമ ഫീൽഡിലൊക്കെ നൽകുന്ന നമ്മുടെ നാഷണൽ അവാർഡൊക്കെ അടുത്ത് തന്നെ പ്രഖ്യാപിച്ചുള്ളൂ അല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആര് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആരാണ്? നോക്കിക്കേ, ആരാണ്? KG ശങ്കരപ്പിള്ളയാണ് കേട്ടോ. ആരാണ്? KG ശങ്കരപ്പിള്ളയാണ് എന്ന കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ലഭിച്ചത് ആർക്കാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് കേട്ടോ. ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. 2024 തൊട്ട് മുന്നേ ഉള്ള വർഷം കിട്ടിയതും നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. 2024 ആർക്കാണ് ലഭിച്ചതെന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. NS മാധവനാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഇതുപോലുള്ള അവാർഡ്സ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാൻ വിട്ടുപോകരുതാത്ത ഒരു ഏരിയ ആണ് ഇത്. പുരസ്കാരങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം എന്നാണ് ആരംഭിച്ചത്? 1993 എന്ന കാര്യം ഓർക്കുക. അതുപോലെ നമ്മൾ പുരസ്കാരങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു പ്രൈസ് മണി കൂടെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ അവാർഡ് തുക എന്ന് പറയുന്നത് എത്രയാണ്? 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകൾ പഠിച്ചു. ഏതൊക്കെയാണ്? വേദികൾ നോക്കണം, അതുപോലെ പ്രമേയങ്ങൾ പഠിക്കണം, ദിനങ്ങളും അവയുടെ പ്രമേയവും പഠിക്കണം. ശാസ്ത്ര സാങ്കേതിക മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഏരിയ പഠിക്കുക. പുരസ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു 5 ഏരിയകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നോക്കിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സെഷൻസ് ഇനി ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് എല്ലാ ഏരിയകളും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. കാരണം നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. അപ്പോൾ കൃത്യമായ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ സഹായകരമാകുന്ന ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനായിട്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായിട്ട് ബോർഡിൽ കാണുന്ന നമ്പർ ആയിട്ടുള്ള 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പ് കൂടെ ഞാൻ തരാം. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെഷൻസുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും താങ്ക് യു.